ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഞാനിന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തന്നെ എത്ര സമയം കഴിഞ്ഞതെന്ന് അറിയാം. എനിക്കാണെങ്കിൽ തീരെ വയ്യ. ഇന്നലെ മലയേറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടയിൽ ആ ഭാഗത്തുനിന്ന് മലയേറ്റം ഉണ്ടായിരുന്നു. മണിക്കുന്ന് മല എന്ന് പറയും. അപ്പോൾ മല കയറി വന്നപ്പോഴത്തേക്കും കാല് ഭയങ്കര വേദന, രണ്ട് കാല് ഭയങ്കര വേദന. ഉത്സവം ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പോകണമെന്നുണ്ട്. ഇപ്പോൾ സമയം 7 മണി ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പോകണമെന്നുണ്ട്. എന്താ ചെയ്യുക, നന്ദു ഉണ്ണി എല്ലാവരും നേരത്തെ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പോവില്ല എന്ന് പറഞ്ഞാൽ ഇനി എനിക്കിപ്പോൾ ചെറുതായിട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ട്. നീ ഉത്സവത്തിന് പോട്ടെ, എനിക്കിപ്പോൾ പോകാൻ തോന്നുന്നു. ആ മഹേഷിനെ വിളിച്ചോ നാട്ടിൽ. നന്ദൊക്കെ പോയി. അമ്മ പോകാൻ തോന്നുന്നുണ്ടോ? പിന്നെ അതിനെ തുടങ്ങിയിട്ടില്ല അമ്മ. ഇപ്പൊ മറ്റേ വരവ് വരുന്നതാണല്ലോ. ഒറ്റയ്ക്കല്ല അമ്മ. അവിടെ ആരൊക്കെ വിളിച്ചാവും. ഇവിടെ ബോറടിക്കുന്നുണ്ട്. അവൻ ഇത്ര എനിക്ക് പോകാൻ തോന്നിയില്ല. അപ്പോ ഒറ്റയ്ക്കല്ല അവൻ പൈതര് വരാൻ പറയാ. എന്താ സമയം 7 മണിയുള്ളൂ. നന്ദു എങ്ങോട്ടാ പോയിക്കോന്ന്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, മൊബൈലായിട്ട്. എനിക്കാണെങ്കിൽ പോകാനും തോന്നുന്നുണ്ട്, പോണ്ടാന്നും തോന്നുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഒരുമാതിരി ആയല്ലോ, ഒരുമാതിരി. നമ്പർ എവിടെ? ഇതുകൊണ്ട് എൻ്റെ മൊബൈലാണ് നമ്പറല്ല. എൻ്റെ മൊബൈലിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ കട്ടപ്പെട്ടിയില്ല കേട്ടോ. അമ്മേനെ കട്ടപ്പെട്ടിയിലാണ് വിളിച്ചുകൊണ്ട് നിൽക്കണം. എൻ്റെ മൊബൈലിൽ പൈസ അല്ലേ. അപ്പോൾ എൻ്റെ നമ്പർ എടുത്തിട്ട് വിളിച്ച് നോക്കട്ടെ. പോലെ സെറ്റ് എനിക്ക് ഇറക്കട്ടെ. പോണ കാര്യം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദുവിനെയും കൂട്ടി പോട്ടെ. മറ്റേ 9 മണിക്ക് അമ്പലത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്ദു വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അവൻ്റെ നല്ല വിശപ്പ്. അധികം വിശപ്പില്ല, ചെറിയ വിശപ്പ്. അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ സമയമാവും. അല്ലെങ്കിൽ ഫുഡ് കഴിക്കലുണ്ടല്ലോ, പൊരി എന്തെങ്കിലുമൊക്കെ തിന്ന് നിൽക്കേണ്ടി വരും. രാത്രി 12 മണി വരെ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ തിന്നു കഴിഞ്ഞാൽ അമ്മ ഇപ്പം എങ്ങനെയാണ് അറിയണം. അവിടെ എത്തി നോക്കുന്നുണ്ടോ? അവൻ പൈതേര് വരും. അപ്പോൾ എനിക്കിപ്പോൾ ഇറങ്ങണം കേട്ടോ. ഈ മുടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുടി അധികം റെഡി ആവണില്ല. ജെല്ല് എന്തൊക്കെയോ തേച്ച് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുടി അധികം പൊന്താത്തിയാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ടാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോറ് വായിലിട്ടിട്ടോ ഇങ്ങോട്ട് ഓടി പോകുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വരും, പിന്നെ കാണുന്നില്ല. ഇപ്പോൾ അമ്മ അകത്തേക്ക് പോയിക്കണം. അകത്ത് സീഡിൽ ഉണങ്ങി വെച്ചിരിക്കണം. അതാണ് സീഡിൽ കാണുന്നതിൻ്റെ തിരക്കാം. അമ്മ തണുത്ത വെള്ളം, ചോറ് മതി. പൈസ കയറിയിരിക്കണം. എൻ്റെ കുറ്റിയാണ്. നിങ്ങൾ ചിരിക്കല്ല കേട്ടോ. എൻ്റെ കുറ്റി കണ്ടിട്ട് ചിരിക്കല്ല കേട്ടോ. കുറ്റി ഞാൻ കാണിച്ചു തരാം. കുറഞ്ഞിക്കണമ്മ. ഞാൻ പറഞ്ഞ മൂക്ക് വെച്ചത് ജലദോഷം. അപ്പോൾ എൻ്റെ കുറ്റിയിൽ നിന്ന് ഒരു 10 രൂപ എടുക്കാൻ വേണ്ടിയിരുന്നായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ പൈസ എന്ത് നന്ദു വരും. ഞാൻ അവിടെ നടക്കുമ്പോഴത്തേക്ക് നന്ദു വൈദ്യുതി എത്തിക്കോളും. അമ്മ വന്നോളമ്മ. അമ്മ എനിക്ക് പോകാൻ അറിയാം. അമ്മ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലേ. വാ അമ്മ. പക്ഷേ ഞാൻ പോയിക്കോളും. അപ്പൊ വൈദ്യുതി അമ്മ അവ എന്നെ കാട്ടി ഇടയതല്ലേ അമ്മ. അവര് വീട്ടിൽ എനിക്കറിയാം. അമ്മ പോവാമ്മ. ഞാൻ ഇന്നൊരു പൈസ എടുക്കാം. അവിടുന്ന് പൊരിന്നിട്ടൊക്കെ മേടിച്ചിട്ട് വരാം. ഇതാണ് കേട്ടോ എൻ്റെ കുറ്റി. ഇതുണ്ടോ മറ്റേ പണ്ടത്തെ പൗഡർ കേട്ടോ. പണ്ടത്തെ പൗഡറിൻ്റെ കുപ്പിയാണ് ഇത്. കുപ്പിയൊക്കെ പാട്ടാ. ഇതിലാണ് ഞാൻ പൈസ ഇട്ടുക. എങ്ങനെ അറിയോ അതെങ്ങനെ പൈസ ഒറ്റ ഞാൻ വീട്ടിൽ ശേഖരിച്ച് കൂട്ടും. ഇതേപോലെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് 20 രൂപ തന്നെ ധാരാളം. അപ്പോൾ തന്നെ അതിനുണ്ടാവും 100 രൂപ കഴിഞ്ഞുണ്ടാവും. അല്ല 100 50 രൂപ കഴിഞ്ഞുണ്ടാവും ഓൾറെഡി. അമ്മ ഞാൻ പോവാ. ഓക്കെ ഉണ്ണാച്ച, ഞാൻ പോയിട്ട് വരാം. എന്തായാലും നമുക്ക് ഉത്സവം തുടങ്ങുമ്പോൾ കാണാം. ഞാൻ ഇപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് വർത്തനം പറയുന്നില്ല, മൊത്തം ഞാൻ കാണിച്ചിട്ടാ. അല്ല 20-ന്റെ ഉണ്ടോ? ഇല്ല.
ആ മുട്ടയ്ക്ക് എത്രേ? എന്നാ അതൊന്ന് അതിവിടെ പറഞ്ഞതാണോ? ആ ഏട്ടാ കൊടുക്കുന്നു. ഞങ്ങൾ പൊരി മേടിച്ച് കേസ് അത് ഞങ്ങളെ പൈസയും കൊണ്ടല്ല കേട്ടോ, വേറെ ചെങ്ങൈമാരെ വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് എല്ലാവർക്കും ഭയങ്കര തരിപ്പാട്ടോ. അപ്പോൾ ഞങ്ങളെ വെച്ച് പൊരി മേടിച്ചിട്ട് ചോദിച്ചാൽ കേട്ടോ. അപ്പോഴത്തേക്ക് പൊരി മേടിച്ച് തന്നിട്ടുണ്ട്. ആ പൊരി കാണിച്ചു കൊടുത്താ എന്താ പൊരി ചോളപ്പൊരി 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 എന്ത് മേടിക്കട്ടെ? രണ്ടാളുകളുടെ നേതൃത്വത്തിൽ ഇരട്ട തായമ്പകയാണ് നടക്കുന്നത്. അതിര് പാട്ടെ നമ്മുടെ വാദ്യമേള രംഗത്ത് ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇനിയിപ്പോൾ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ നേരത്തെ എണിക്കലുണ്ടാവില്ല. പിന്നെ മാത്രമല്ല വ്ളോഗ് എഡിറ്റ് ചെയ്യാനും കുറച്ച് ലേറ്റ് ആവും, അപ്ലോഡ് ചെയ്യാനും കുറച്ച് ലേറ്റ് ആവും. ലേറ്റ് ചെയ്യാൻ പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് എനിക്ക് രാവിലെ എണീക്കണം. അപ്പോൾ ഇപ്പോൾ നേരെ വീട്ടിലേക്ക് ഞങ്ങൾ യാത്രയാവട്ടെ. കാരണം അറിയാമല്ലോ നേരത്തെ എണീക്കാനുള്ളതാണ്. അവിടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, അതിനെക്കാട്ടി പിന്നെ ഞങ്ങൾ പോകാട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ എല്ലാവരും സംസാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സംസാരിച്ചതിനും സപ്പോർട്ട് ചെയ്തതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഇവിടെ എത്തിച്ചതിലും എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് കടന്നുറങ്ങട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ട്, കടന്നുറങ്ങട്ടെ. കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അത് കാരണം എന്താ അറിയോ, ഇതിനെക്കാട്ടി മുന്നേ ആണെങ്കിൽ ഞാൻ രാവിലെ പുലർച്ചെ 5 മണി വരെ നിന്നേനെ. ഇപ്പോൾ കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടായത് കൊണ്ട് രാവിലെ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ 11 മണി 12 മണീൻ്റെ ഉള്ളിൽ കടന്നുറങ്ങാറുണ്ട്. അപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 12 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരിക. അതാണ് ഞാൻ അവിടെ നിന്ന് വരാൻ കാരണം കേട്ടോ. പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് എന്തായാലും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെ വല്ലാത്ത നഷ്ടമായി പോയി കേട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ട് രാവിലെ വൈകുന്നേരമല്ലേ അമ്മയാണ് എനിക്ക് ചോറ് വാരി തന്നത്. അത്ര തിരക്കിട്ട് ഞാൻ ഇറങ്ങിയത്. ഇവിടെ എവിടെയും കടന്നു പറഞ്ഞാൽ രാവിലെ എണീറ്റ് പോയാൽ തീരും. വേണ്ട വല്ല പുലിയെ കടിച്ചുകൊണ്ട് പോകുമ്പോൾ വല്ല പുലി ഉണ്ടെങ്കിലേ, പുലി ഉണ്ടോ എന്തോ അറിയില്ല. പുലി ഉണ്ടെങ്കിൽ കഴിഞ്ഞ്. യൂട്യൂബ് ചാനലല്ലേ ഇവൻ? യൂട്യൂബ് ചാനലുണ്ട്, ഇവന് യൂട്യൂബ് ചാനലുണ്ട്. വ്ളോഗ് എൻ്റെ പോലെയൊക്കെ ഇട്ട് നോക്കി. പിന്നെ ആരെയൊക്കെ കളിയാക്കാന്ന് പറഞ്ഞിട്ട് അവൻ പൈതിക്ക് ഇട്ട്, പിന്നെ വേറെ എന്തൊക്കെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കണം ഗെയിം കളിക്കണം എന്തൊക്കെയോ. ഇന്നലെ രാവിലെ പുലർച്ചയ്ക്ക് മലയാളം പോയതാണ്. അതിൻ്റെ കാലുവേദന ഇതിലേക്ക് മാറിയിട്ടില്ല. കിണി കുറേ കഴിഞ്ഞിട്ട് വരില്ലോ തോന്നണേ. കിണി കുറേ അത് കഴിഞ്ഞിട്ട് വരില്ലോ തോന്നണേ. ഞാൻ ഡാൻസ് കളിച്ചില്ല. ചണ്ടോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. എനിക്കൊന്നും ചെയ്യാം ഡാൻസ് കളിക്കാൻ. എത്ര ആൾക്കാർ അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. കണ്ണുറക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഉറക്കം വരുന്നുണ്ട്. ഓ ചോറിൽ എൻ്റെ മൊബൈലിൽ ചോറിൽ വീണ്. ചോറിൽ മൊബൈൽ വീണു. വല്ല സ്ഥലത്ത് വെച്ച് പോരെ, ഇവിടെ തന്നെ വെക്കണം. ചോറ് കഴിഞ്ഞിട്ട് കണ്ടാൽ പോരാ. അത് ഉറക്കം വരുമ്പോൾ കടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും. അതേപോലെ തന്നെ നല്ല വിശക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോണ്ടല്ലോ, ആഹാ വിശപ്പിൻ്റെ സ്വാദ്, ആഹാ പറയാനുണ്ടോ. അതെല്ലാം അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ, ഒരു രസം തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ രസം എന്താണെന്ന് അറിയാം. ഈ റൂമിൽ ഞാനുണ്ണി കിടക്കും, ഈ കട്ടലിമേ ഞാനുണ്ണി കിടക്കും. നന്ദു ഹാളിലാണ് നടക്കണേ. കാണിച്ച നന്ദു ഹാളിൽ നീ കിടന്നുറങ്ങിയോ? ഇല്ല, കുറച്ച് കടന്നുറങ്ങിയിരിക്കും. മൂപ്പിൽ ചിരിക്കുന്നു. ഓ ഉറങ്ങിയിട്ടില്ല.
എന്തായാലും ഞാൻ കടന്നു തുടങ്ങട്ടെ. നമ്മൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.